ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ വിഷുബലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ചതയ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ്. ചതയം നക്ഷത്രം ഒരു പ്രത്യേക തരത്തിലുള്ള നക്ഷത്രം തന്നെയാണ്. ശനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ചതയ നക്ഷത്രം ശനിയുടെ വീടാണ്. ഇത് കുംഭരാശി ശനിയുടെ വീടാണ്. അത് കാരണം ചതയ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ശനി കൊണ്ട് ഒരു ബുദ്ധിമുട്ടും സാധാരണ ഉണ്ടാവില്ല. പിന്നെ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യമുള്ളവരാണ് ചതയ നക്ഷത്രക്കാർ. വേണമെങ്കിൽ സകല കലാവല്ലഭർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മുഖം നോക്കാതെ എന്തും പറഞ്ഞു കളയും. പക്ഷെ പിണങ്ങും, പെട്ടെന്ന് പിണങ്ങും. കുറച്ച് കൂടുതലായിട്ട് വിരോധികളെ സൃഷ്ടിക്കും. പെട്ടെന്ന് പിണങ്ങും, കൂടുതൽ വിരോധികളെ സൃഷ്ടിക്കും. പറയാൻ പാടില്ലാത്ത കാര്യം പറയാൻ പാടില്ലാത്ത സമയത്ത് മുഖം നോക്കാതെ ചിലപ്പോൾ പറഞ്ഞു കളയും. ഇതാണ് ചതയ നക്ഷത്രക്കാർക്കുള്ളൊരു വീക്ക്നെസ്. പിന്നെ ചതയ നക്ഷത്രക്കാർക്ക് ഇത്തവണ മിശ്രഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. സാമ്പത്തികത്തിലും ആരോഗ്യത്തിലും മാറ്റങ്ങളുണ്ടാവും. സമയോചിതമായ തീരുമാനങ്ങൾ, തീർച്ചയോടെയുള്ള ശ്രമങ്ങൾ, ആത്മസംയമനം എന്നിവ. സമയോചിതമായ തീരുമാനങ്ങൾ, തീർച്ചയോടെയുള്ള ശ്രമങ്ങൾ, സംയമനം എന്നിവ വിജയത്തിലേക്കുള്ള വഴികൾ ആകും. പുതിയ അവസരങ്ങൾ ഇത്തവണ വന്നേക്കാം. കുടുംബത്തിലും കാര്യക്ഷമതയിലും പുരോഗതി ഉണ്ടായേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ആത്മവിശ്വാസം വർദ്ധിക്കും. ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ അവിടെയും വിജയിക്കാനാവും. പ്രൊഫഷണൽ ജീവിതത്തിൽ വളർച്ചയ്ക്ക് അനുയോജ്യമായ വർഷം തന്നെയാണ്. പ്രൊമോഷൻ, പദവി ഉയർച്ച, പുതിയ ജോലി അവസരങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണിത്. വ്യത്യസ്തമായ ആശയങ്ങൾ ഉപയോഗിച്ച് നേട്ടങ്ങൾ നേടുവാൻ സാധിക്കും. ആശയങ്ങൾ തത്സമയത്ത് പ്രാവർത്തികമാക്കണം. പങ്കാളിത്ത സംരംഭങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളിലേക്ക് വളരെ സൂക്ഷ്മത പാലിക്കണം. 2025 സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത അത്യാവശ്യമാണ്. വ്യയങ്ങൾ നിയന്ത്രിച്ചാൽ മറ്റ് പദ്ധതികൾക്ക് ഫലം കാണും. നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തണം. അപ്രതീക്ഷിതമായ വരുമാനങ്ങൾ കിട്ടുവാൻ സാധ്യതയുണ്ട്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൂടുതൽ പഠനം നടത്തണം. കൂടുതലായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബപരമായ സന്തോഷങ്ങൾ അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കും. കുടുംബ വിപുലീകരണം പോലെയുള്ള സുഖകരമായ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില അസഹനീയമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ധൈര്യത്തോടെയും സമാധാനത്തോടെയും വേണം അതിൽ പ്രതികരിക്കാൻ. ചില അസഹനീയമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ധൈര്യത്തോടെയും സമാധാനത്തോടെയും പ്രതികരിക്കണം. ആത്മവിശ്വാസം പാലിക്കുക. കുടുംബ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക. നിശ്ചിത വ്യായാമം അത്യാവശ്യമാണ്. ആരോഗ്യ പരിശോധനകൾ പതിവായി ചെയ്യുക. മിതമായ ജീവിതശൈലി തുടരുക. പുതിയ സംരംഭങ്ങൾക്കായി സമഗ്രമായ ആസൂത്രണം തയ്യാറാക്കുക. വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം പരിശീലനത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം പരിശീലനത്തിനും വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും പ്രാധാന്യം നൽകുക. സാമ്പത്തിക ക്രമീകരണങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ആത്മവിശ്വാസം നിലനിർത്തുക. ചതയ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷുബലം പറയുന്നത് ഇതോടെ അവർക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് വിഷുബലം പറയുന്നത് അവസാനിപ്പിക്കുന്നു. പക്ഷെ എന്നാലും ചതയ നക്ഷത്രക്കാർ പ്രത്യേകം സൂക്ഷിക്കണം. അവർ സ്വന്തം നാവ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പറയാൻ പാടില്ലാത്ത സമയത്ത് ചിലപ്പോൾ അവർ പറഞ്ഞു കളയും. ഇതൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ. അത് ഇത്തവണ കുറച്ച് ഒഴിവാക്കുക. എന്നാൽ 2025 നല്ല വർഷമായിരിക്കും.